12 വോൾട്ട് ഡി സിയെ 230 വോൾട്ട് എ സി ആക്കി മാറ്റുന്ന ഒരു ചെറിയ ഇൻവെർട്ടറിന്റെ സർക്യൂട്ടും അതിന്റെ നിർമ്മാണവും പ്രവർത്തനവും മുൻപൊരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ഇതാണ് ആ ഇൻവെർട്ടറിന്റെ സർക്യൂട്ട് ഡയഗ്രാം. Z44 എന്ന നമ്പറിലുള്ള രണ്ട് മോസ്ഫെറ്റുകളും CD4047 എന്ന നമ്പറിലുള്ള ഐസിയും ഉപയോഗിച്ച് ഒരു കോമൺ PCBയിലായിരുന്നു ആ സർക്യൂട്ട് അസംബിൾ ചെയ്തത്. അതിൽ 12 വോൾട്ടിന്റെ ഒരു ട്രാൻസ്ഫോർമറും ഉപയോഗിച്ചിരുന്നു. ഏകദേശം അതുപോലെ തന്നെയുള്ള സർക്യൂട്ട് നിർമ്മിച്ച 12 വോൾട്ടിന്റെ ചെറിയ ഇൻവെർട്ടർ ബോർഡ് ഇപ്പോൾ നമുക്ക് ഓൺലൈനിൽ ലഭ്യമാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നും 250 രൂപ കൊടുത്ത് വാങ്ങിച്ച 12 വോൾട്ട് 100 വാട്ടിന്റെ ഇൻവെർട്ടർ ബോർഡാണ്. 12 വോൾട്ട് 5 ആംപിയർ ട്രാൻസ്ഫോർമർ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 230 വോൾട്ട് 100 വാട്ട്സ് വരെ ഇതിന് ഔട്ട്പുട്ട് ലഭിക്കുന്നതാണ്. ഈ ബോർഡിൽ CD4047 എന്ന നമ്പറിലുള്ള ഐസിയും Z44 എന്ന നമ്പറിലുള്ള രണ്ട് മോസ്ഫെറ്റുകളും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെ കണക്ഷനുകളൊക്കെ വളരെ സിമ്പിൾ ആണ്. ബാറ്ററിയിൽ നിന്ന് നെഗറ്റീവ് കണക്ഷൻ കൊടുക്കാനുള്ള പോയിന്റ് ആണ് ഇത്. അതുപോലെ തന്നെ ട്രാൻസ്ഫോർമറിന്റെ രണ്ട് സൈഡിലുള്ള വയറുകൾ കണക്ട് ചെയ്യാനുള്ള മോസ്ഫെറ്റിന്റെ ഡ്രെയിനിൽ നിന്നുള്ള പോയിന്റുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നതിന് ഒരു 12 വോൾട്ട് ആവശ്യമാണ്. അതിനുവേണ്ടി ഇതിലേക്ക് സപ്ലൈ കൊടുക്കുന്ന ഭാഗമാണ് ഇത്. ഇനി നമുക്ക് ഈ ബോർഡിലേക്ക് കണക്ഷനൊക്കെ ഒന്ന് കൊടുത്തു നോക്കാം. ബാറ്ററിയിൽ നിന്നുള്ള നെഗറ്റീവ് കണക്ട് ചെയ്യാനുള്ള പോയിന്റ് ആണ് ഇത്. അവിടേക്ക് നമുക്കൊരു വയർ കണക്ട് ചെയ്യാം. ഈ സർക്യൂട്ട് പ്രവർത്തിക്കുന്നത് 12 വോൾട്ട് ഡി സിയിലാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത് പൊളാരിറ്റി മാറിയാലും സർക്യൂട്ട് ചീത്തയാവാതിരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു ഡയോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയോഡിന്റെ ആനോഡിലാണ് ഇതിലേക്കുള്ള പോസിറ്റീവ് സപ്ലൈക്കുള്ള വയർ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ട്രാൻസ്ഫോർമർ കണക്ട് ചെയ്യാം. 12.012 എന്ന വോൾട്ടേജിലുള്ള സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോർമറാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോർമറിന്റെ സെന്റർ ടാപ്പിംഗിലേക്ക് നമ്മൾ ബാറ്ററിയിൽ നിന്നുള്ള പോസിറ്റീവ് വയർ കണക്ട് ചെയ്യണം. ട്രാൻസ്ഫോർമറിന്റെ രണ്ട് സൈഡിലുള്ള വയറുകൾ നമ്മൾ മോസ്ഫെറ്റിന്റെ ഡ്രെയിനിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അതിനുള്ള പോയിന്റുകളാണ് ഇത്. ട്രാൻസ്ഫോർമറിന്റെ രണ്ട് സൈഡിലുള്ള പോയിന്റുകൾ നമുക്ക് ബോർഡിൽ കണക്ട് ചെയ്യാം. ഓക്കെ, ബോർഡിലേക്ക് ആവശ്യമായ പോസിറ്റീവ് സപ്ലൈ കൊടുക്കാനുള്ള വയർ നമുക്കിവിടെ ബാറ്ററിയിൽ നിന്നും വരുന്ന പോസിറ്റീവ് വയറിലേക്ക് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ട്രാൻസ്ഫോർമറിന്റെ 230 വോൾട്ട് കൊടുക്കുന്ന ഭാഗത്ത് നമുക്ക് ബൾബ് കണക്ട് ചെയ്യാം. അപ്പോൾ ബോർഡിലേക്കുള്ള കണക്ഷനുകളെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇവിടെ ട്രാൻസ്ഫോർമറിന്റെ സെന്റർ ടാപ്പിംഗിലേക്ക് ബാറ്ററിയിൽ നിന്നും പോസിറ്റീവ് സപ്ലൈ കൊടുക്കാനുള്ള വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് തന്നെ ബോർഡിലേക്കുള്ള പോസിറ്റീവ് സപ്ലൈയും കണക്ട് ചെയ്തിട്ടുണ്ട്. ബോർഡിലേക്കാണ് ബാറ്ററിയിൽ നിന്നുള്ള നെഗറ്റീവ് സപ്ലൈ കണക്ട് ചെയ്യുന്നത്. അതിനുള്ള വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. സെന്റർ ടാപ്പ് ട്രാൻസ്ഫോർമറിന്റെ സെക്കൻഡറി ഭാഗത്തുള്ള രണ്ട് സൈഡിലുള്ള വയറുകൾ ഇവിടെ മോസ്ഫെറ്റിന്റെ ഡ്രെയിനിലേക്ക് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രാൻസ്ഫോർമറിന്റെ 230 വോൾട്ട് കൊടുക്കുന്ന ഭാഗം, അതായത് ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ആണ്. ഇതിന്റെ പ്രൈമറി ഭാഗമാണ് ഇപ്പോൾ നമ്മൾ സെക്കൻഡറി ആയിട്ട് ഉപയോഗിക്കുന്നത്. അവിടെ ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ബാറ്ററിയിൽ കണക്ട് ചെയ്ത് നോക്കാം. 12 വോൾട്ട് 7Hന്റെ ബാറ്ററിയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. പോസിറ്റീവ് വയർ ബാറ്ററിയുടെ പോസിറ്റീവിലും നെഗറ്റീവ് വയർ ബാറ്ററിയുടെ നെഗറ്റീവിലും കണക്ട് ചെയ്യാം. ഓക്കെ, 12 വോൾട്ടിന്റെ ട്രാൻസ്ഫോർമറിന് പകരം 14 വോൾട്ടിന്റെ ട്രാൻസ്ഫോർമറാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അല്പം വോൾട്ടേജ് കുറവുണ്ട്. അതുകൊണ്ടാണ് ഈ ബൾബ് പ്രകാശം കുറഞ്ഞ് തെളിയുന്നത്. 12 വോൾട്ട് ബാറ്ററിയിൽ നിന്നും 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ചെറിയ ഉപകരണങ്ങളൊക്കെ നമുക്കിങ്ങനെ പ്രവർത്തിപ്പിക്കാവുന്നതാണ്. 5 ആംപിയറിന്റെ ട്രാൻസ്ഫോർമർ ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം 230 വോൾട്ട് 100 വാട്ട്സ് വരെ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കും. ഈ ബോർഡ് ആവശ്യമുള്ളവർ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ 12 വോൾട്ട് DC ടു 230 വോൾട്ട് AC ഇൻവെർട്ടർ ബോർഡ് എന്ന് സെർച്ച് ചെയ്താൽ ഇത്തരം പല കമ്പനികളുടെ ബോർഡുകൾ കാണാവുന്നതാണ്.